4:3. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നുവെന്ന് അറിയുവിൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നുവെന്ന് അറിയുവിൻ. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ എന്തുകൊണ്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ദൈവത്തിന് വേണ്ടി വേർതിരിച്ച ഒരു മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ആ സങ്കീർത്തന ഭാഗത്തേക്ക് തൊടാത്തതിന് കാരണം ആ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിച്ചാൽ ആ സങ്കീർത്തനത്തിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രകാശിപ്പിച്ച മറ്റൊരു വേദഭാഗത്തിലേക്ക് കടക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് കൊണ്ട് ആമേൻ, ഞാൻ ആ സങ്കീർത്തനത്തിന്റെ അത്രയും ഭാഗത്ത് പറഞ്ഞ് നിർത്തുകയാണ്. നമുക്ക് വായിക്കാം. ദൈവം തനിക്കായി വേർതിരിച്ച ഒരു വ്യക്തിയെ കുറിച്ച് ഇന്ന് പകല് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത് ദൈവം അരുളി ചെയ്യുന്നത് തനിക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ച അബ്രഹാമിനോടാണ്. ദൈവത്തിന് എപ്പോഴും സംസാരിക്കുവാനുള്ളത് തനിക്ക് വേണ്ടി വേർതിരിച്ച ഒരു വ്യക്തിയോടാണ്. ദൈവത്തിന് എപ്പോഴും സംസാരിക്കാനുള്ളത് തനിക്ക് വേണ്ടി വേർതിരിച്ച ഒരു കുടുംബത്തോടാണ്. ദൈവത്തിന് എപ്പോഴും സംസാരിക്കാനുള്ളത് തനിക്ക് വേണ്ടി വേർതിരിച്ച ഒരു കൂട്ടത്തോടാണ്. ഇന്ന് രാത്രി തനിക്ക് വേണ്ടി പകൽ തനിക്ക് വേണ്ടി വേർതിരിച്ച ദൈവത്തിന്റെ പൈതലാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തിയെന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആരും നിന്നെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വേർതിരിച്ചില്ലെങ്കിലും, ഒരു പ്രത്യേക പരിഗണന തന്ന് നിന്നെ വേർതിരിച്ചില്ലെങ്കിലും, ഒരു പ്രത്യേക പരിഗണനയാൽ ആരും നിന്നെ കാണുന്നില്ലെങ്കിലും, ഒരു പ്രത്യേക പരിഗണനയാൽ ആരും നിന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും, ഒരു പ്രത്യേക പരിഗണനയാൽ വിളിച്ച് വേർതിരിച്ച കർത്താവ് ആണ് ഇന്ന് പകൽക്കാലം ഈ ആരാധനയ്ക്ക് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. കരങ്ങൾ അടിച്ച് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ച് സ്തോത്രം ചെയ്താട്ടെ. നീ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം കരങ്ങൾ അടിച്ചെന്ന് സ്തോത്രം ചെയ്താട്ടെ. ഓ, തന്റെ ഭക്തനെ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന ഒരു കർത്താവ്. എന്തിനു വേണ്ടി കേട്ടാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചത്? ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയിട്ട് അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചത്? എന്താ കാര്യം ഒന്ന് പറയാമോ? എന്തിനു വേണ്ടിയിട്ടാ ദൈവം വിളിച്ച് വേർതിരിച്ചതെന്ന്? ദൈവത്തിന്റെ അപ്പന് പറഞ്ഞാലും ശരിയാണ്, ദൈവത്തിന്റെ വഴി നടക്കാൻ. എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടെ അടുത്ത് വരുന്ന അപ്പന് പറഞ്ഞാലും ശരിയാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന വിഷയമായിരിക്കത്തില്ല നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്നത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തെറ്റല്ല, ശരിയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ഉത്തരത്തിലൂടെ വരുമ്പോൾ ആ വിഷയത്തിലേക്ക് എനിക്ക് എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ പറഞ്ഞ തെറ്റല്ല, ശരിയാണ്. എന്നാൽ പറയാമോ ദൈവത്തെ ആരാധിക്കാൻ? അതും ശരിയാണ്. ദൈവഭക്തനായി ജീവിപ്പാൻ അതും ശരിയാണ്. എന്നാൽ ഇതിനകത്തൊരു കുറച്ചുകൂടെ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെയുണ്ട്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടാനാണ് ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചത്. ഈ അനുഗ്രഹം അബ്രഹാമിന്റെ കുടുംബത്തിൽ മാത്രം നിൽക്കാനല്ല, അബ്രഹാമിന്റെ തലമുറയിൽ മാത്രം നിൽക്കാനല്ല, അബ്രഹാമിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടാനാണ്. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെടുവാൻ ചാത്തപറ്റത്ത് നിന്ന് ഈ പ്രദേശത്ത് നിന്ന് ദൈവം ഒരു കൂട്ടത്തെ തിരഞ്ഞെടുത്തത്. കരങ്ങളടിച്ചെന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ.
അബ്രഹാമിന്റെ വിളിയുടെ ഫലമാണ് ഇന്ന് നമ്മൾ ദൈവത്തെ ഇവിടെ ആരാധിക്കുന്നത്. അബ്രഹാമിന്റെ വിളിയുടെ ഫലമാണ് ഇന്ന് ദൈവത്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. അബ്രഹാമിന്റെ വിളിയുടെ ഫലമാണ് അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള കൃപ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അബ്രഹാമിന്റെ വിളിയുടെ ഫലമാണ് പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മളിൽ മേൽ പകർന്നിരിക്കുന്നത്. ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയ പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ലോകം മുഴുവനും വിഗ്രഹാരാധനയിലൂടെ പോയ ഒരു കാലം. എത്ര കാലമെന്ന് നമുക്കറിയില്ലെങ്കിൽ 2000 വർഷങ്ങൾ കുറയാതുണ്ട്. 2000 വർഷങ്ങൾ അബ്രഹാം ആമേൻ ആദാം മുതൽ ഇങ്ങനെ കണക്കാക്കുമ്പോൾ കുറെ ആളുണ്ട്. അബ്രഹാമിലേക്ക് എത്തുമ്പോൾ ഈ 2000 വർഷങ്ങളിൽ ദൈവം പരാജയപ്പെട്ടോ? ആദാമിനെ ദൈവം ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സാദൃശ്യപ്രകാരം സൃഷ്ടിച്ചു, ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് സൃഷ്ടിച്ചു. ആമേൻ, ആമേൻ. പൂർണ്ണ മനുഷ്യനായിട്ട് സൃഷ്ടിച്ചു. പ്രിയമുള്ളവരെ, ഇങ്ങനെ പൂർണ്ണ മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആദാം ദൈവത്തിന്റെ നിരീക്ഷിത പ്രകാരം വളർന്നില്ല, പരാജയപ്പെട്ടു പോയി. എന്നാൽ ഈ 2000 വർഷങ്ങളായി ദൈവം പരാജയപ്പെട്ടോ? ഇല്ല, ദൈവം പരാജയപ്പെടുകയില്ല. കാലങ്ങൾ ദൈവം കാത്തിരുന്നപ്പോൾ ദൈവത്തിന്റെ അടുത്ത പ്രവൃത്തിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. കരങ്ങളൊന്ന് അരിച്ചെന്ന് സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. നിന്റെ ദൈവം പരാജയപ്പെടുന്ന ദൈവമല്ല, പരാജയപ്പെടുന്ന ദൈവമല്ല. നിന്റെ ദൈവം പരാജയപ്പെടുന്ന ദൈവമല്ല. അല്പകാലം ദൈവം നിശബ്ദമായിട്ടിരുന്നാലും ദൈവത്തിന്റെ പ്രവർത്തികളെ ദൈവം പൂർണ്ണതയിലേക്ക് എത്തിക്കുക. നിന്റെ കുടുംബത്തെ ദൈവം തുടങ്ങി വെച്ച ദൈവത്തിന്റെ പദ്ധതികള് പരാജയപ്പെട്ടു വന്ന് നീ വിചാരിക്കണ്ട. ചില പ്രതിസന്ധികളുടെ അനുഭവത്തിലൂടെ പോയപ്പോൾ, നീ അല്പം ഒന്ന് പിന്മാറിപ്പോയപ്പോൾ, നീ അല്പം ഒന്ന് ദൈവത്തെ വിട്ട് മാറിയപ്പോൾ, നിന്റെ പ്രാർത്ഥനാ ജീവിതം ഒന്ന് കുറഞ്ഞപ്പോൾ, നിന്റെ ആരാധനാ ജീവിതം ഒന്ന് കുറഞ്ഞപ്പോൾ, നിഷ്കളങ്കമായ നിന്റെ ജീവിതത്തിലേക്ക് ആരെ കുറിച്ചൊക്കെയുള്ള ചില പിണക്കങ്ങൾ വന്നപ്പോൾ, അല്പസമയത്തെ ദൈവപ്രവർത്തി ഒന്ന് മാറി നിന്നെങ്കിൽ ഇന്ന് പോൽക്കാലം നീ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറ, നിന്റെ കുടുംബത്തിലെ പ്രവർത്തിയുടെ അടുത്ത ഘട്ടം ദൈവം ആരംഭിക്കാൻ സമയമായി. എത്ര പേര് ഇന്ന് പോൽക്കാലം വിശ്വസിക്കുന്ന എന്റെ കുടുംബത്തിനകത്ത് ദൈവപ്രവർത്തിയുടെ അടുത്ത ഘട്ടം ആരംഭിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ പ്രവർത്തികൾ പരാജയപ്പെടുകയില്ല. ദൈവം അല്പസമയം നിശബ്ദമായിട്ടിരിക്കുക. ചില വർഷങ്ങൾ ദൈവം നിശബ്ദമായിട്ടിരിക്കുക. അത് ദൈവത്തിന്റെ നിശബ്ദ കാലഘട്ടം എന്ന് പറയാം. പക്ഷെ ദൈവത്തിന്റെ നിശബ്ദ കാലഘട്ടം എന്ന് പറയുന്നത് നിശബ്ദനായിട്ടിരിക്കുന്ന ദൈവമല്ല, പ്രവർത്തിക്കാൻ പോകുന്ന ദൈവമാണ്. ആദ്യത്തെ ആരാധനയൊക്കെ ആരംഭിച്ചു, അന്യാരാധനയൊക്കെ നമുക്കറിയാം. സംസ്കാരങ്ങളുടെ അടിത്തട്ടിൽ എന്ന് പറയുന്ന ബാബിലോണിൽ നമുക്കറിയാം. ബാബേൽ ഗോപുരമൊക്കെ പണിത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പൊട്ടക്കിനാപ്പിലൊക്കെ പോകുന്നില്ല, കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചിന്തിക്കുവാനുള്ള വിഷയമുണ്ട്. ആമേൻ. ദൈവം നോക്കിയപ്പോൾ, ലോകയുടെ കാലഘട്ടത്തിൽ എത്തിയപ്പോൾ നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് അനുദപിച്ചു. ദുഃഖമാണ്, ദൈവത്തിന്റെ ഹൃദയത്തിൽ ദുഃഖമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ദൈവം നോഹയെ കൊണ്ടുവന്നു. നോഹ ദൈവം ആഗ്രഹിച്ചതുപോലെ ആയില്ല. അടുത്തത് ദൈവം നോക്കിയത് അബ്രഹാമിനെയാണ്. ഈ അബ്രഹാമിലേക്ക് ദൈവം നോക്കുമ്പോൾ സകല ലോകവും വിഗ്രഹാരാധന കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അന്നത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായ ഇഷ്ടിക നിർമ്മാണമുണ്ട്. ഒത്തിരി അന്നത്തെ കാലഘട്ടത്തിലെ കണ്ടുപിടുത്തങ്ങൾ ഒത്തിരി ഉണ്ട്. അന്നത്തെ കാലത്തിന് അനുസൃതമായ കണ്ടുപിടുത്തം, ആയുധങ്ങൾ ഉണ്ടാക്കിയതും, ആമേൻ, വീണയും കിണ്ണരും ഒക്കെ ഉണ്ടാക്കിയതും ഒക്കെ നമുക്കറിയാം. സംഗീതോപകരണങ്ങൾ ഉണ്ടാക്കിയതും, പശുക്കളെ വളർത്താൻ ശ്രമിച്ചതും തുടങ്ങിയത് ഈ കാലഘട്ടങ്ങളിൽ അതൊക്കെ
പിന്നെ നോക്കിയോടൊക്കെ മുമ്പായിരുന്നെങ്കിലും പിന്നീട് അതൊന്നും മാറിയില്ല. കാലഘട്ടങ്ങൾ അതിനനുസരിച്ച് പോയപ്പോൾ എല്ലാവരും ദൈവത്തെ മറന്ന് വിഗ്രഹങ്ങളെ ആരാധിച്ച് പാപവഴികളിൽ ജീവിച്ചപ്പോഴും ദൈവം മനുഷ്യനെ വെറുത്തില്ല. വെറുക്കാത്തൊരു ദൈവം നമുക്കുണ്ട്. ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തത് അബ്രഹാമിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞത് ദൈവത്തിന് ഈ ലോകത്തോടുള്ള മനുഷ്യവർഗത്തോടുള്ള സ്നേഹമാണ്. ദൈവത്തിന് അബ്രഹാമിനെ മാത്രം അനുഗ്രഹിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളത് ഈ ഭൂലോകത്തിലുള്ള മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ്. അപ്പോൾ ചോദിക്കും, നോഹയുടെ കാലത്ത് ജലപ്രളയം, പാപം എവിടെയുണ്ടോ അവിടെ ദൈവത്തിന് ന്യായവിധിയുണ്ട്. കനാൻ ദേശത്തേക്ക് വരുമ്പോഴും അവിടെ ദൈവത്തിന്റെ ന്യായവിധി നമുക്ക് കാണാം. മിസ്രയീമിൽ വന്ന ദൈവജനത്തെ കൊണ്ട് കനാൻ ദേശത്ത് ദൈവം ന്യായവിധി നടത്തിയത് കാണാം. എന്ന് പറഞ്ഞാൽ ഇവിടെയും ന്യായവിധിയുണ്ട്. പക്ഷെ ന്യായവിധിക്കകത്ത് ഉണ്ടെങ്കിൽ മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്ന, ആ ജനത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ ഹൃദയ, ഒരു അമ്മയുടെ ഹൃദയ, ഒരു പിതാവിന്റെ ഹൃദയ ഉള്ള ഒരു ദൈവം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ദൈവം പറഞ്ഞു, ഒരു മനുഷ്യനിലൂടെ ഞാൻ ഈ ജനത്തെ മുഴുവനും അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഒറ്റ ജനത്തിലൂടെ, ഒറ്റ വ്യക്തിയിലൂടെ ദൈവം പറഞ്ഞു, അവൻ എൻ്റെ ഒരു പാത്രമായി തീരാൻ പോകുകയാണ്. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. അവൻ എൻ്റെ ഒരു പാത്രമായി തീരാൻ പോകുകയാണ്. അവനെ അനേകരെ അനുഗ്രഹിക്കുവാനുള്ള ഒരു പാത്രമാക്കി ദൈവം ഞാൻ അവനെ തീർക്കാൻ പോവുകയാണ്. കരങ്ങൾ അടിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ട്. ദൈവത്തിന്റെ പൈതലെ, നിന്റെ കുടുംബത്തില്, നിന്റെ ചാർച്ചക്കാരിടയില്, നിന്റെ കുഞ്ഞുങ്ങളിടയില്, നിന്റെ ജീവിത പങ്കാളികളിടയില് നിന്നെ അനുഗ്രഹിക്കാൻ ദൈവത്തിന്റെ ഒരു മാനപാത്രമാക്കി ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അനേക വ്യക്തികളെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ. അതിലൊരു വ്യക്തിയാണ് നീ ആയിരിക്കുന്ന ദേശത്തെ അംഗപറ്റത്താണെങ്കിൽ, നീ ആയിരിക്കുന്ന ദേശത്താണെങ്കിൽ നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി കേട്ട് നിന്റെ തലമുറ മാത്രമല്ല, നിന്റെ സഹോദരങ്ങൾ നിമിത്തം അനുഗ്രഹിക്കപ്പെടണം, നിന്റെ മാതാപിതാക്കൾ നിമിത്തം അനുഗ്രഹിക്കപ്പെടണം, നിന്റെ ചാച്ചക്കാർ മുഴുവൻ നിമിത്തം അനുഗ്രഹിക്കപ്പെടണം. അവിടെ കൊണ്ട് ദൈവം നിർത്തുന്നില്ല. നിന്റെ ദേശം നിമിത്തം അനുഗ്രഹിക്കപ്പെടണം. കരങ്ങൾ അടിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നിന്റെ കുടുംബത്തിൽ ദൈവം നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ ദേശത്ത് നീ നിമിത്തം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Praise the Lord. Praise the Lord. Praise the Lord. ഒരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ അനേകരെ അനുഗ്രഹത്തിലേക്ക് അബ്രഹാം കൊണ്ടുപോകണമെങ്കിൽ അബ്രഹാം അനവധി കഷ്ടതകളിലൂടെ പോകണം. ഞാൻ പലപ്പോഴും ആ ഭാഗത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ സുദീർഘമാക്കുന്നില്ല. പ്രിയമുള്ളവരെ, അബ്രഹാം വഴി എല്ലാ വിവിധ വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ഭൂമിയിലെ ജനം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അനുഗ്രഹത്തിന്റെ പിന്നിൽ ഒരു കഷ്ടതയുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ക്രൂശ് ഉണ്ടെങ്കിൽ കിരീടമുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. കഷ്ടതയില്ലാത്ത ക്രിസ്ത്യ ജീവിതത്തിലൂടെ നീ അനുഗ്രഹം പ്രാപിക്കാമെന്ന് നീ വിചാരിക്കരുത്. ഒരു അനുഗ്രഹം ഒരു കഷ്ടതയുടെ സ്റ്റെപ്പുകളിൽ ചവിട്ടി നീ കഷ്ടതകളെ കീഴ്പ്പെടുത്തി ആ കഷ്ടതകളിലൂടെ നീ സ്റ്റെപ്പുകൾ ചവിട്ടി 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 മുന്നോട്ട് പോകുമ്പോൾ നിനക്ക് പ്രയാസമുണ്ടാകും. ഓരോ കാൽച്ചുവടുകളും വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കല്ലുകളും മുള്ളുകളും നിറഞ്ഞതായിരിക്കുക, ദുർഘടമായ പാതയായിരിക്കുക, നിനക്ക് കയറാൻ കഴിയാത്ത സ്റ്റെപ്പുകൾ ചവിട്ടിയായിരിക്കാം നീ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആ സ്റ്റെപ്പുകളെ നീ കീഴ്പ്പെടുത്തി, കഷ്ടതകളെ കീഴ്പ്പെടുത്തി, നിന്നെ വിശ്വാസത്തിൽ നിന്ന് തെറിപ്പിച്ചു കളയുന്ന ചിന്തകളെ കീഴ്പ്പെടുത്തി ധൈര്യത്തോടുകൂടെ നീ മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവത്തിന് നിന്നെ പ്രവർത്തിക്കുവാൻ കഴിയുന്നത്. വിശ്വാസികളുടെ പിതാവ് ആരാണ്? ഗലാത്യലേഖനം 3:7 വായിച്ചാട്ടെ. വായിക്കാം. ഗലാത്യർ 3:7. അതുകൊണ്ട് വിശ്വാസികൾ
മക്കളെന്നറിയുവി. അവൻ ജനിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മളുടെ എല്ലാം ജനനം എവിടെ നിന്നാണ്? എവിടെ നിന്നാണ് നമ്മളൊക്കെ ജനിച്ചത്? ക്രിസ്തുവിൽ നമ്മൾ ജനിച്ചിരിക്കുന്നു, വീണ്ടും ജനിച്ചിരിക്കുന്നു, ശരിയാണ്. പക്ഷേ ക്രിസ്തുവിൽ നമ്മൾ, എന്നാൽ ഗലാത്യ ലേഖനം 3:7 ഒന്നുകൂടെ വായിച്ചേ. അപ്പോൾ വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ആണോ? പക്ഷെ മക്കളാണെങ്കിൽ നമ്മൾ അബ്രഹാമിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ അബ്രഹാമിന്റെ ആരാ? മക്കൾ. നമ്മൾ അബ്രഹാമിന്റെ മക്കളാണെങ്കിൽ അബ്രഹാം നമ്മുടെ ആരാ? നമ്മുടെ പിതാവ്. അപ്പൊ നമ്മൾ ജനിച്ചിരിക്കുന്നത് എവിടെ നിന്നാ ജനിച്ചത്? അബ്രഹാമിന്റെ വിശ്വാസത്തിൽ നിന്ന് ജനിച്ചവരാ. കരങ്ങൾ അടിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവൻ നീതിയായി കണക്കിട്ടു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിനക്ക് സന്തതിയെ തരുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവൻ നീതിയായി കണക്കിട്ടു. അബ്രഹാമിന്റെ വിശ്വാസത്തിൽ നിന്ന് ജനിച്ചവരാണ് നമ്മളൊക്കെ. കരങ്ങൾ അടിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, അബ്രഹാമിന്റെ പിതാവാണെങ്കിൽ നീ ജനിച്ചത് അബ്രഹാമിന്റെ വിശ്വാസത്താലാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവൻ നീതിയായി കണക്കിട്ടു. കാൽവരി ക്രൂശിൽ മരിച്ച് നിനക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശു കർത്താവിൽ വിശ്വസിച്ചു, അത് അത് നിനക്ക് നീതിയായി കണക്കിട്ടു. ക്രൂശമരണത്തിൽ വിശ്വസിച്ച കർത്താവായ യേശു ക്രൂശമരണത്തിലേക്ക് നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശു കർത്താവിനെ നീ നോക്കിയപ്പോൾ, നീ വിശ്വാസത്തോടുകൂടെ നോക്കിയപ്പോൾ, ആ വിശ്വാസത്താൽ നീ വീണ്ടും ജനിച്ചു. കരങ്ങൾ അടിച്ചെന്ന് സ്തോത്രം ചെയ്താട്ടെ. ഒന്നുകൂടെ പറഞ്ഞത്, കാൽവരി ക്രൂശിലെ മരണത്താൽ നീ നീതീകരിക്കപ്പെട്ടു. ക്രൂശിലെ മരണത്തെ നീ വിശ്വസിച്ചത് കൊണ്ട് നീ നീതീകരിക്കപ്പെട്ടു. കരങ്ങൾ അടിച്ചെന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്നാല് നമ്മൾ ഈ വേദഭാഗങ്ങളില് നമ്മൾ വീണ്ടും വായിച്ചു വരികയാണ്. ശരിക്കും പറഞ്ഞാൽ അബ്രഹാമിനെ ദൈവം 2 പ്രാവശ്യം വിളിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തോടെ നിങ്ങൾക്ക് ചിലപ്പോൾ യോജിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇനി പറയാൻ പോകുന്ന കാര്യം യോജിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം കേട്ടോ. ദുരുപദേശം പ്രസംഗിക്കുകയാണ് എന്നൊന്നും പറയരുത്. എൻ്റെ ഒരു പഠനത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. ഇത് നിങ്ങളെ അടിച്ചേൽപ്പിക്കുകയല്ല എന്ന് മനസ്സിലാക്കി. ദൈവം അബ്രഹാമിനെ 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം വിളിച്ചു. ആ വിളി പലപ്പോഴും ദൈവം ഉറപ്പിച്ചു. വീണ്ടും ദൈവം അബ്രഹാമിനെ വിളിക്കുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്, അബ്രഹാമിനെ ദൈവം 2 പ്രാവശ്യം വിളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. യോശുവ 24:1 2. അനന്തര യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ശെഖേമിൽ കൂട്ടി ഇസ്രായേലിലെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു. വിളിച്ചപ്പോൾ അവര് ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു നിന്നു. ആമേൻ. ആരാ വിളിച്ചത്? യോശുവയാണ് വിളിച്ചത്. ആമേൻ. അവർ യോശുവയുടെ മുന്നിലല്ല വന്നത്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ട്, ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. വിളിച്ചത് യോശുവയാണെങ്കിലും വന്നു നിന്നത് എവിടെയാ? ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്. ഇന്ന് പകല് ആരാധനയ്ക്ക് വന്ന് നിൽക്കുന്നത് പാസ്റ്ററുടെ മുമ്പിലല്ല,
ആമേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുക. ആമേ, ദൈവദാസന്മാരുടെ മുമ്പിലല്ല വന്ന് നിൽക്കുന്നത്, ഇന്ന് പകൽക്കാലം വന്ന് നിൽക്കുന്നത് ദൈവത്തിന്റെ മുമ്പിലാണ്. കരങ്ങൾ അടിച്ചെന്ന് സ്തോത്രം ചെയ്താട്ടെ, വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്താട്ടെ. നീ ഇന്ന് വന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ്. പ്രൈസ് ദി ലോർഡ്. വിളിച്ചത് യോശുവയാണ്, പ്രൈസ് ദി ലോർഡ്. വന്നത് സത്യമാണ്. പക്ഷെ ദൈവം പരിശുദ്ധാത്മാവ് പറയുന്നു, യോശുവയുടെ മുമ്പിൽ വന്ന് നിന്നല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു നിന്നു എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. യോശുവ വിളിച്ചെടുത്ത ദൈവം ഇറങ്ങി വന്നു. പ്രൈസ് ദി, കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. ആരാദ്യം വന്നത്? ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിന്തിക്കുക, ആരാണ് ആദ്യം വന്നത്? ദൈവം അവിടെ വന്നിരുന്ന ആർക്ക് വേണ്ടി? ഇന്ന് പകൽക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് ഇവിടെ വന്നത് ദൈവം ഏറ്റവും ഒടുവിലായിട്ട് വന്ന ദൈവമല്ല, ഏറ്റവും ആദ്യം വന്ന ദൈവമാണ്. 2 3 പേർ കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അവിടെ മധ്യ കർത്താവ് ഉണ്ടായിരിക്കും എന്നുള്ള വചനപ്രകാരം രണ്ടാമത്തെ ആൾ ഇവിടെ വന്നപ്പോൾ മൂന്നാമത്തെ ആളായിട്ട് നമ്മുടെ കർത്താവ് ഇവിടെ വന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. അവരുടെ നടിയിൽ വന്നു. ഇന്ന് കർത്താവ് നിൽക്കുന്നത് ഒരു സൈഡിലല്ല, ഇന്ന് കർത്താവ് വന്നിരിക്കുന്നത് ഇവിടെ സ്റ്റേജിലല്ല, ഇന്ന് നമ്മുടെ കർത്താവ് വന്നിരിക്കുന്നത് ഈ മുൻപിലല്ല, ഇന്ന് കർത്താവ് വന്നിരിക്കുന്നത് നമ്മുടെ സഭയുടെ നടുവിലാണ്. കരങ്ങൾ അടിച്ചെന്ന് സ്തോത്രം ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ ദൈവമാണ്, ഓ നിന്റെ നടുവിൽ വസിക്കുകയാണ്. 2 3 പേർ കർത്തൃനാമത്തിൽ കൂടി വരുന്നിടത്ത് അവിടെ നടുവിൽ വന്നിരിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. പാസ്റ്ററോട് ചേർന്ന് നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയല്ല, അല്ല ദൈവദാസന്മാരെ ചേർന്ന് നിൽക്കാമെന്ന് പറഞ്ഞ് നിൽക്കുന്നതല്ല, ദൈവം നടുവിൽ എന്ന് വന്നിട്ടുണ്ട്. ഈ ബോധ്യമുള്ളവർ ദൈവത്തെ ഒന്ന് അന്യഭാഷയിലൊന്ന് ആരാധിച്ചാട്ട്. രാജാവ് വരുന്നിടത്ത് രാജകോലാഹലമുണ്ട്. രാജാവ് വരുന്നിടത്ത് രാജാവിന്റെ വരവിനെ പ്രകീർത്തിക്കുന്ന സ്തുതികളുണ്ട്. ഞാൻ അനേക ചരിത്ര പുസ്തകങ്ങൾ വായിക്കാറുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, നമ്മുടെ രാഷ്ട്രപതി ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഉയർന്ന നേതാവായിക്കോട്ടെ, ആരെങ്കിലും വരുമ്പോൾ ആളുകളുടെ നിശബ്ദതയല്ല, അവർ കരങ്ങൾ അടിച്ച് ചിലപ്പോൾ പേര് വിളിച്ച് അവരെ സ്വീകരിക്കും. അത് അവരോടുള്ള ബഹുമാനത്തിലാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് ഇവിടെ വന്നിട്ടുള്ളപ്പോൾ നിനക്ക് നിശബ്ദമായിട്ടിരിക്കാൻ കഴിയുകയില്ല. യേശു കർത്താവ് ഇവിടെ വന്നാൽ നിനക്ക് നിശബ്ദമായിട്ടിരിക്കാൻ കഴിയുകയില്ല. യേശു കർത്താവ് ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ നിനക്ക് നിശബ്ദമായിട്ടിരിക്കാൻ കഴിയുകയില്ല. മഹാരാജാക്കന്മാരുടെ മഹാരാജാവ് ഇന്നിവിടെ വന്നിട്ടുണ്ട്. ചക്രവർത്തിമാരുടെ ചക്രവർത്തി ഇന്നിവിടെ വന്നിട്ടുണ്ട്. രാജാതി രാജാവ് ഇന്നിവിടെ വന്നിട്ടുണ്ട്. അടുത്തൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരിവിടെ വന്നിട്ടുണ്ട്. അനാദിയായി ശാശ്വതമായിട്ടുള്ളവർ ഇന്നിവിടെ വന്നിട്ടുണ്ട്. കരങ്ങളടിച്ചെന്ന് സ്തോത്രം ചെയ്താട്ട് അവന് തുല്യനായിട്ട് മറ്റാരുമില്ല. നമ്മുടെ കർത്താവിന് തുല്യമായി മറ്റാരുമില്ല. നമ്മുടെ കർത്താവിനെ വന്നിട്ടുണ്ട്. ഈ സാധുക്കളായ, വിദ്യാഭ്യാസമില്ലാത്ത, നിരാലംബരായ ഈ സാധു ജനം എന്നിവിടെ കൂടി വന്നപ്പോൾ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് അവരെ മാനിക്കാൻ തയ്യാറായ, നമ്മെ മാനിക്കാൻ തയ്യാറായ, നിന്നെ മാനിക്കാൻ തയ്യാറായ ഒരു കർത്താവ് ഇന്നിവിടെ വന്നിട്ടുണ്ട്. കരങ്ങൾ അടിച്ചത് സ്തോത്രം ചെയ്ത് ദൈവത്തെ തുതിച്ചാട്ട്. നിന്റെ വീട്ടിലെ പായ അഴുക്ക് പിടിച്ച പായായിരിക്കാം, ഒരുപക്ഷെ കീറിയ പായായിരിക്കാം. നല്ലൊരു പാ വാങ്ങിക്കാനുള്ള സാമ്പത്തികം ഒരുപക്ഷെ ഉണ്ടായെന്ന് വരത്തില്ല. നിന്റെ വീട്ടിലെ ചാണകം തളിച്ച തറയായിരിക്കാം. അവിടെ ഒരാൾ വന്നാൽ ഇരിക്കാനൊരു കസേര ഉണ്ടാകണമെന്നല്ല, പക്ഷെ നീ അവിടെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോ, നിന്റെ കുടുംബം അവിടെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോ ആ കീറിയ പായുടെ നടുക്ക് വന്നിരിക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. കീറിയ പായ എന്ന് പറഞ്ഞ മാറിയിരിക്കുന്ന ദൈവമല്ല, നീ ആയിരിക്കുന്ന ഇടത്ത് ആ കീറപ്പായിൽ വന്നിരിക്കാൻ തയ്യാറായ കർത്താവ്. കീറത്തുണി ചുറ്റിയവർ, പശുത്തൊട്ടിയിൽ കിടത്തിയവർ, നിന്നെ സമ്പന്നരാക്കേണ്ടതിന് വേണ്ടി നിന്ന നിമിത്തം ദരിദ്രനായി തീർന്ന കർത്താവ് നിന്റെ പായിക്കകത്ത് പായിക്കകത്തിരിക്കാൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്.
എന്നിട്ട് എന്താ പറയുന്നത്? പറഞ്ഞാട്ടെ. അവിടെ വന്ന് നിന്നു. അപ്പോൾ യോശുവ സർവ്വജനത്തോട് പറഞ്ഞെന്താ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ വീട്ടിൽ സൗകര്യമില്ല എന്ന് വിചാരിച്ച് നമ്മുടെ പ്രാർത്ഥന വീട്ടിൽ നിന്ന് മാറ്റരുത്. ഇവിടെ ചേർത്ത് പറയുകയാണ്. എന്താ, വീട്ടിൽ സൗകര്യമൊന്നുമില്ലല്ലോ പാസ്റ്റേ, എല്ലാവരും വന്ന ഇവിടെ ഇരിക്കും. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. നമ്മളുടെ വീട്ടിൽ പ്രാർത്ഥന വയ്ക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ സൗകര്യമില്ലായ്മ കണ്ട് നിന്റെ ദൈവം നിനക്ക് സൗകര്യം വീട്ടിനകത്ത് ഒരുക്കും. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന് കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്റെ സൗകര്യം, നിനക്ക് വേണ്ടത്ര സൗകര്യമില്ല. എല്ലാവരും കൂടെ വന്ന പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ സൗകര്യമില്ല. ഡേസോയുടെ വീട്ടിൽ പോയപ്പോൾ 4 ഇടങ്ങളിലായിരുന്നത്. പലയിടങ്ങളിൽ പോകുമ്പോൾ 4 ഇടങ്ങൾ, അടുക്കള വരെ പോയിരുന്നു. പ്രൈസ് ദി ലോർഡ്. പലയിടങ്ങളിൽ പോയിരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുന്നത്. ഞാനൊരു വസ്തുത പറയട്ടെ പ്രിയമുള്ള കുഞ്ഞെ, നിന്റെ സാഹചര്യങ്ങളെ ദൈവത്തിന് നന്നായിട്ട് മനസ്സിലാക്കുക. എൻ്റെ കുഞ്ഞുങ്ങൾ അവരുടെ വീട്ടിൽ പ്രാർത്ഥന വെച്ചു, പക്ഷെ ആളുകൾ വന്നപ്പോൾ ഇരിക്കാൻ ഒരു സ്ഥലമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്റെ വീട്ടിനകത്ത് വന്ന സമയത്ത് ഒരാൾ കയറി വരുമ്പോ ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ലാതിരുന്ന സാഹചര്യം നീ മറക്കരുത്. നിന്റെ ഉള്ളിലൊരു ഭാരമായിരുന്നു. ഇന്നാള് വീട്ടിലേക്ക് വന്നപ്പോ ഇരിക്കാൻ നല്ലൊരു കസേര പോലും ഇല്ലെന്ന് നീ ഭാരപ്പെട്ട നിമിഷങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ട്. പക്ഷെ നിന്റെ അവസ്ഥ ദൈവം മാറ്റി. നീ പ്രതീക്ഷിക്കാത്ത കസേര ദൈവം നിന്റെ വീട്ടിൽ തന്നെങ്കിൽ, നീ പ്രതീക്ഷിക്കാത്തൊരു വീട് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുക. നിന്റെ വീട്ടിനകത്ത് സൗകര്യമില്ലായിരിക്കാം, നിന്റെ വീട്ടിന് വലിപ്പമില്ലായിരിക്കാം, പക്ഷെ നിനക്ക് അപകർഷതാബോധം ഉണ്ടാക്കരുത്. നിന്നെ വിളിച്ച ദൈവത്തിന് അപകർഷതാബോധമില്ല. ആമേൻ, 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 ആമേൻ. ഒരുപാട് പേര് എന്നോട് പൊതുവെ പിണങ്ങാറുണ്ട്. ഒത്തിരി സുഹൃത്തുക്കളായ ആളുകൾ ഒരുപാട് പേര് എന്നോട് പിണങ്ങാറുണ്ട്. വയൽക്കുള്ളിൽ പഠിച്ചവർ പിണങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വെറുതെ ശത്രുക്കളായിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഞാൻ ആ വീഡിയോ എടുക്കാൻ പോകാതെ വരുമ്പോൾ എനിക്കൊത്തിരി ശത്രുക്കളുണ്ടാകാറുണ്ട്. കാരണം എന്റെ കണക്കൂട്ടലിൽ അവർക്ക് വീഡിയോ ഇടാൻ സമയമായിട്ടില്ല. അവരെക്കാൾ അത്യാവശ്യക്കാര് മറുഭാഗത്ത് കിടക്കുകയാണ്. അവരെക്കാൾ അത്യാവശ്യക്കാര് മറുഭാഗത്ത് കിടക്കുമ്പോൾ സ്നേഹം വെച്ചിട്ടും കുടുംബമാണെന്ന് വിചാരിച്ച്, എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർച്ചക്കാരാണെന്ന് വിചാരിച്ചും ബന്ധുക്കളാണെന്ന് വിചാരിച്ചും ഒക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവരെക്കാൾ എത്രയോ അത്യാവശ്യക്കാർ. ഈ കഴിഞ്ഞ ആഴ്ച തന്നെ എൻ്റെ മനസ്സിന് വലിയ ടെൻഷൻ ഉണ്ടായ 2 സംഭവങ്ങളുണ്ട്. 3 സംഭവം. ഒരു സംഭവം 18 വർഷമായിട്ട് തൈറോയ്ഡാണ്. ഇവിടെ വന്ന് ഇങ്ങനെ വീർത്തിരിക്കുക. തൈറോയ്ഡ് വന്നിട്ട് വിവാഹം കഴിച്ച കർത്താവിന്റെ വേല ചെയ്യും. ഒരുപാട് വർഷങ്ങൾ കർത്താവിന്റെ വേല ചെയ്തു. വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേ വർഷം മുതൽ ഭർത്താവിന് ഹാർട്ടിന് പ്രശ്നമുണ്ടായി. കുഞ്ഞുങ്ങളില്ല. ഈ തൈറോയ്ഡ് ഇങ്ങനെ വീർത്തിരിക്കുകയാണ്. ഉമിനീര് ഇറക്കുമ്പോൾ ഉമിനീരിറങ്ങുന്ന ഒരു ശബ്ദം നമുക്ക്, ഞാൻ വീഡിയോ എടുത്തപ്പോൾ മൊബൈലിൽ നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാം. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു, പക്ഷെ പോകാൻ പറ്റുന്നില്ല, പൈസയില്ല. ദേവദാസൻ 2 വർഷം മുമ്പ് മരിച്ചുപോയി. അത്യാവശ്യമുള്ള ആ ഒരു ഓപ്പറേഷൻ 18 വർഷമാണ്. ഈ ഓപ്പറേഷന് പൈസയില്ലാതെ ഈ ഒഴയും വെച്ചുകൊണ്ട് നടക്കുന്ന ആളിനെ സഹായിക്കണം. അത്യാവശ്യമാണ്. ഞാൻ ആദ്യം കാണുകയാണ്. സഹായിക്കണോ വേണ്ടേ? ആദ്യം ആരെ സഹായിക്കണം? കാരണം ഇത്രയും നാൾ കർത്താവിന്റെ വേല ചെയ്തൊരു വ്യക്തിയാണ്, സഹായിക്കണ്ടേ? മക്കളുമില്ല. അതും പറയാം, മക്കളുമില്ല. ഇടിഞ്ഞ പൊടിഞ്ഞ് വീഴാറാകുന്ന, ഏത് സമയം വീഴാകുന്ന ഒരു വീട്ടിലാണ് ആള് താമസിക്കുന്നത്. അവരുടെ വീട്ടിൽ വെച്ച് ആരാധന നടക്കുന്നുണ്ട്. ഉള്ള സൗകര്യത്തിൽ മേലെ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഏത് സമയവും ഇടിഞ്ഞ് വീഴും. അവർ കിടക്കുന്നതിന്റെ ഭാഗത്തുനിന്ന് മേളിൽ ചോർച്ച ഉണ്ടായിട്ട് അവർ കിടക്കുന്ന കട്ടിൽ നനയുകയാണ്.
മേളിൽ പ്ലാസ്റ്റിക് ഇട്ടെങ്കിലും പ്ലാസ്റ്റിക് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അവരന്നേരം പ്ലാസ്റ്റിക് ഇട്ടിട്ട് ആണ് ആ കട്ടിലിൽ കിടക്കുന്നത്. അവരെ സഹായിക്കണം വേണ്ടേ? നിങ്ങളൊന്ന് പറ, കാണോ? സഹായിക്കും. നമ്മൾ നീതിയായിട്ട് ചെയ്യുകയാണെങ്കിൽ അവരെ സഹായിക്കും. അവരെ സഹായിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം കോൾ വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ സഹായിച്ചതാണ് കിഡ്നി രോഗത്തിൽ പ്രയാസപ്പെട്ട ഒരു സഹോദരി. നമ്മുടെ അന്ന് കൊടുത്ത പൈസയിലാണ് അവിടെ ചികിത്സ നടക്കുന്നത്. വലിയൊത്തിരി പൈസ ഒന്നും കിട്ടിയില്ല, കുറച്ച് പൈസ കിട്ടി. ഏകദേശം ഒരു 360 കിട്ടിയിട്ടുണ്ട് അവർ തന്ന കണക്കനുസരിച്ച്. ആ പൈസ ഒത്തിരി കടം ഉണ്ടായിരുന്നു, അവർക്ക് കൊടുക്കാനുള്ള കടമൊക്കെ കൊടുത്തിരിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച പെട്ടെന്നൊരു കോള്, പാസ്റ്ററെ പെട്ടെന്നൊന്ന് വരണം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കുഞ്ഞിൻ്റെ എന്ത് പ്രായമുണ്ട്? 9 വയസ്സ് പ്രായമുണ്ട്. ഞാൻ ഇതിനിടയ്ക്ക് ഇങ്ങനെ പറയുക കേട്ടോ, 9 വയസ്സ് പ്രായമുണ്ട്. ആ കുഞ്ഞിന്റെ കണ്ണിന് പെട്ടെന്ന് കാഴ്ച പോയി. ഒരു കണ്ണിൽ നിന്ന് പഴുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ആഴ്ചയിൽ ഒരു വീഡിയോ ചെയ്ത് ഇപ്പോൾ ഇടുന്നത്. എൻ്റെ 10 ദിവസം കൂടുമ്പോഴാണ് ഇപ്പോൾ ആഴ്ചയിൽ 1 ആക്കി. കണ്ണിൽ നിന്ന് എന്തോ വരിക? പഴുപ്പ് വരിക. എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. ഒരു കണ്ണ് മുഴുവൻ പച്ച കളറായി. എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിന് നല്ല ഒരു ചികിത്സ കിട്ടി. കണ്ണിന് ബാക്ടീരിയ ബാധിച്ചു. ആ ബാക്ടീരിയയുടെ പേര് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അടുത്ത റിപ്പോർട്ടിന് വേണ്ടി അടുത്ത ടെസ്റ്റ് പോയിട്ടുണ്ട്. ആ ഒരു കുഞ്ഞിൻ്റെ കണ്ണിന് കാഴ്ച അടുത്ത പൂർണ്ണമായിട്ട് പോകുന്നതിന് മുമ്പ് ആ കുഞ്ഞിൻ്റെ കണ്ണിന് എന്ത് ചെയ്യണം? വാടകയ്ക്ക് താമസിക്കുന്ന, സ്വന്തമായിട്ട് സ്ഥലമൊന്നുമില്ല, ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ കൊച്ചിൻ്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഉള്ള വീട് സ്ഥലവും വിറ്റ് ചികിത്സിച്ച കുടുംബമാണ്. അവരെ സഹായിക്കണം. ഞാനിങ്ങനെ നിങ്ങളോട് ചിന്തിച്ച് നിങ്ങളിൽ നിന്ന് ഉത്തരം കണ്ടെത്തി നിങ്ങൾ എന്നോടൊപ്പം അവരെ സഹായിക്കണം. അത്യാവശ്യക്കാരുടെ കേസാണ് ഞാൻ പറയുന്നത്. പോട്ടെ, ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിട്ട് കോലഞ്ചേരി മെഡിക്കൽ പോയി വീഡിയോ എടുത്ത് തിരിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ എനിക്കൊരു കോള്. നമ്മുടെ സെന്ററിലുള്ള ഒരു ദൈവദാസിയുടെ അനിയത്തിയാണ്. 58 വയസ്സുണ്ട്. കഴിഞ്ഞ 45 വർഷങ്ങളായി കർത്താവിന്റെ വേല വിവാഹം കഴിക്കാതെ ചെയ്യുകയാണ്. വിവാഹം കഴിക്കാതെ കർത്താവിന്റെ വേല ചെയ്ത ഒരു ദൈവദാസി. അവർ വയനാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അവർ വിവാഹം വേണ്ടാന്ന് വെച്ച് കർത്താവിന് വേണ്ടിയിട്ട്. മക്കളില്ല, വിവാഹം കഴിച്ചില്ലല്ലോ, മക്കളില്ല, ആരുമില്ല, വസ്തുവില്ല, ഒന്നുമില്ല. ആരുമില്ല. എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ വർഷം ഇതുപോലെ പെട്ടെന്നൊരു പ്രയാസം വന്നു. ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് പോയി. ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ പോയി കിടക്കുകയായിരുന്നു. ഒരു ഇഞ്ചക്ഷൻ 1500 രൂപയായിരുന്നു. അന്നത്തെ ചികിത്സിച്ചു. പക്ഷെ കുറെ ദിവസങ്ങൾ കിടന്നു. ആ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ടും. ഇനി ആ കണ്ണിന്റെ കാഴ്ച ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയായപ്പോൾ അടുത്ത കണ്ണിന്റെ കാഴ്ച 80% പോയി. പെട്ടെന്ന് ചികിത്സിച്ചില്ലെങ്കിൽ ആ ഒരു കണ്ണിന്റെ കാഴ്ച കൂടെ പോകും. അപ്പോൾ ചികിത്സിക്കാൻ പൈസ ഇല്ല. അതിന് പലയിടത്തും 2000, 3000 ഒക്കെ കടം വാങ്ങിച്ചാണ് ഇപ്പോൾ സ്കാൻ ചെയ്ത് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത്. അവരെ സഹായിക്കണം. അവരെ സഹായിക്കണം. ഈ 3 പേര് ആരെ സഹായിക്കണം? പിന്നെ ഒത്തിരി പേര് വേറെ കിടപ്പുണ്ട്. അത്യാവശ്യക്കാര്, ഇപ്പോൾ മരിച്ചു പോകുന്ന പറഞ്ഞവര്, ക്യാൻസറിന്റെ മരുന്ന് കഴിക്കുന്നവര്, കിഡ്നി മാറ്റി വെച്ചിട്ട് മരുന്ന് വാങ്ങിക്കാനില്ല. അത് ഒത്തിരി പേര് ഇങ്ങനെ വർഷങ്ങളായി വിളിക്കുന്നവരുണ്ട്. നമ്മൾ ആരെ സഹായിക്കണം? ബിന്ദു പലപ്പോഴും പറയാറുണ്ട്, ഈ വീട്ടിലെ കാര്യം നോക്കാൻ സമയമില്ല, നാട്ടുകാരുടെ കാര്യം നോക്കി നടക്കുന്നു പറയാറുണ്ട്. ശരിയാണ്, ഒരു വ്യക്തി പറഞ്ഞു. തമാശയായിട്ട് പറയുന്നതാണെങ്കിൽ ഞാൻ ഇത്രയും പറഞ്ഞു വന്നതിൻ്റെ ഒരാകത്തുക എന്ന് പറയുന്നത് കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിൽ, ഞാൻ ഇത് പറയാൻ വേണ്ടി വന്നപ്പോൾ അത്രയും കാര്യം പറഞ്ഞു. വേദനയുടെ അനുഭവങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഒരുപാട് പേര് എൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ചവരും എൻ്റെ ബന്ധുക്കളും ഒക്കെ എന്നെ ഇപ്പോൾ കണ്ടാൽ ഫോൺ പിടിച്ചെടുക്കത്ത് പോലുമില്ല. അപ്പോൾ അവർക്ക് എന്നോട് ഭയങ്കര പണക്കമാണ്. അവർ പലരെയും ശുപാർശ ചെയ്തു. പല ലീഡേഴ്സ്, ബന്ധുക്കോസ് കോളത്തിലെ വലിയ ലീഡേഴ്സ്, പല വലിയ നിങ്ങൾ അറിയുന്ന വലിയ വലിയ ലീഡേഴ്സ്, പ്രസ്ഥാനങ്ങളിലേക്ക് ഏറ്റവും തലപ്പത്തിരിക്കുന്നവർ വിളിക്കാറുണ്ട് സഹായിക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ ആ റെക്കമെൻഡേഷനുകളൊന്നും സ്വീകരിക്കാറില്ല. ഞാൻ നോക്കുന്നത്
ഏറ്റവും അത്യാവശ്യക്കാരാരാണോ അവരെയാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാരണമുണ്ട്. ദൈവം നമ്മുടെ ഒരു കഷ്ടതയുടെ അനുഭവത്തിലൂടെ ദൈവം നമ്മെ കൊണ്ടുപോകുമ്പോൾ ദൈവത്തിനറിയാം എപ്പോൾ നമ്മുടെ കഷ്ടത മാറ്റണം. കാര്യങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താൽ, കാര്യങ്ങൾ ഉയർത്തി ഒന്നോടൊന്ന് സ്തോത്രം ചെയ്താട്ട്. ദൈവത്തിനറിയാം എപ്പോൾ കഷ്ടത മാറ്റണമെന്ന്, ദൈവത്തിനറിയാം എപ്പോൾ പ്രവർത്തിക്കണമെന്ന്. അബ്രഹാമിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ വന്നപ്പോൾ, അനവധി കഷ്ടതയുടെ അനുഭവത്തിലൂടെ അബ്രഹാം വന്നപ്പോൾ, ദൈവം തക്ക സമയമായപ്പോൾ അബ്രഹാമിന് വേണ്ടി അത്ഭുതം ചെയ്തതുപോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യുന്നു. ആമേൻ. നമുക്ക് 24:2 മുതൽ വായിക്കാം. അപ്പോൾ യോശുവ സർവജനത്തോടും പറഞ്ഞതെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോറിന്റെ പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ മെസൊപ്പൊട്ടേമിയയിൽ വെച്ച് അവിടെ പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്ക് അക്കരെ നിന്ന് കൊണ്ടുവന്നു, കനാദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ച് അവന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവൻ ഇസഹാക്കിനെ കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇത് ആമേൻ പെട്ടെന്ന് സംഭവിച്ച ഒന്നല്ല. അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ഒരുപാട് കഷ്ടതകളുടെ അനുഭവങ്ങളും ഒരുപാട് കൈപ്പേറിയ സാഹചര്യങ്ങളിലും അബ്രഹാം പോയിട്ടാണ് അബ്രഹാം വിളിയിലേക്ക് എത്തിയത്. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ട്. ദൈവത്തിന്റെ പൈതലേ, ഒന്നാമത്തെ വിളി മെസൊപ്പൊട്ടേമിയയിൽ വെച്ചിട്ടാണ്. ഞാൻ ഈ പറയാൻ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇനി എത്രത്തോളം ഏറ്റെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ഒന്നാമത്തെ വിളി എവിടാ? നമ്മൾ വായിച്ച വിളിയോ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ 1 മുതൽ വായിച്ചേ. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഇപ്പോൾ അബ്രഹാം എവിടെയാണുള്ളത് പറയാമോ? ഹാരാനില. ഹാരാനിൽ വെച്ചാണോ ദൈവം അബ്രഹാമിനെ ആദ്യം വിളിച്ചത്? ആണോ? ഹാരാനിൽ വെച്ചാണോ ദൈവം അബ്രഹാമിനെ ആദ്യം വിളിച്ചത്? ഓർമ്മക്കുറവോ? നിങ്ങൾക്ക് ഓർമ്മക്കുറവുണ്ട്, എനിക്കും വരാറുണ്ട്. എന്നാൽ അബ്രഹാമിനെ ദൈവം ആദ്യം വിളിച്ചത് ഹാരാനിൽ വെച്ചിട്ടല്ല. ഇത് രണ്ടാമത്തെ വിളിയാ. എന്തുകൊണ്ടാണ് ദൈവം രണ്ടാമത് അബ്രഹാമിനെ വിളിക്കാൻ വന്ന സാഹചര്യം ഞാൻ പറയാം. ഒന്നാമത്തെ വിളി എവിടെയായിരുന്നു? അപ്പോസ്തല പ്രവൃത്തി 7:2-3 വായിച്ചാണ്. സ്തെഫാനോസിന്റെ പ്രസംഗമാണ്. സഹോദരന്മാരും എടുത്തൊക്കെ വായിക്കാം. പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊട്ടേമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ, ആമേൻ, അപ്പോൾ നദിക്കക്കരെ മെസൊപ്പൊട്ടേമിയ 2 നദികളുടെ ഇടയിൽ എന്നാണ് പേരിന്റെ അർത്ഥം. മെസൊപ്പൊട്ടേമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ, ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ, അങ്ങനല്ലേ നമ്മൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ 1 മുതൽ വായിക്കുമ്പോൾ മനോജ് കാര്യം ശരിയാണ്. ഹാരാനിൽ ഇരിക്കുമ്പോഴാണ് ദൈവം സംസാരിക്കുന്നത്. എന്നാൽ ഇതിനു മുമ്പ് ദൈവം വിളിച്ചിരുന്നു. എവിടെ വെച്ചാ? മെസൊപ്പൊട്ടേമിയയിൽ ഇരിക്കുമ്പോൾ. നിങ്ങൾ എന്റെ ഒപ്പം വന്നെങ്കിൽ മാത്രമേ ഈ വചനം നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അല്ലെ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ, ഞാൻ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഞാനിരുന്ന ഒരു ചർച്ചില് ആമേൻ ഒരു അച്ചായൻ, അദ്ദേഹം എപ്പോഴും വേദപുസ്തകം വായിക്കുന്നത് ഞാൻ പ്രസംഗിക്കുന്ന സമയത്തായിരുന്നു.
അതിന് മുമ്പെന്ന് വെച്ചാൽ ഒരാഴ്ച ഉണ്ടായാലും വേദപുസ്തകം വായിക്കാൻ സമയം ഉണ്ടാവില്ല. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ വേദപുസ്തകം വായിച്ചും ഓരോ ഭാഗങ്ങളും ഇങ്ങനെ മറിച്ച് ഇങ്ങനെ നോക്കും. എന്നിട്ട് സന്ദർഭാസ് എനിക്ക് ചെന്ന് പറഞ്ഞു, പുള്ളി പ്രസംഗിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ വചനം സംസാരിക്കുന്ന സമയത്ത് വേറെ ഭാഗങ്ങളൊന്നും മറിച്ച് നോക്കാൻ പോയി കഴിയതൊന്നും നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യത്തില്ല, പിടുത്തം കിട്ടുന്നത്. അപ്പൊ എല്ലാവരും എന്നോട് ശ്രദ്ധിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ. നമ്മുടെ പിതാവായ, എനിക്ക് മുമ്പേ ദൈവം സംസാരിക്കാൻ തുടങ്ങിയ കർത്തദാസനാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ആമേൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അടുത്തത്, നിന്റെ ദേശത്തെയും. അന്ന് പറഞ്ഞത് എന്താ? അന്ന് പറഞ്ഞ എന്താ? അല്ല, നിന്റെ ദേശത്തെ. ഇത് എവിടെ വെച്ച് പറഞ്ഞത്? ആദ്യം മെസൊപ്പൊത്താമ്യയിലിരിക്കാൻ പറഞ്ഞതാ. നിന്റെ ദേശത്തെയും. അടുത്തത്, നിന്റെ രാജക്കാരെ വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദയരുടെ ദേശം വിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹാരാനിൽ വന്ന്, ആമേൻ, ആമേൻ, വീണ്ടും കർത്താവ് അവനെ വിളിച്ചോർമ്മിപ്പിക്കുകയാണ്. അവനെന്ന് പറയാൻ പാടില്ല. ആമേൻ, അബ്രഹാമിനെ വിളിച്ചോർമ്മിപ്പിക്കുകയാണ്. ഹാരാനിൽ വെച്ച് ആദ്യം വിളിച്ച വിളിയിൽ അബ്രഹാം, പ്രൈസ് ദി ലോർഡ്, ആമേൻ, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ള ദൈവത്തിന്റെ വൈദ്യുതി, നിന്നെ ദൈവം എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്? നീ ആയിരിക്കുന്ന ദേശത്തു നിന്ന്, നീ ആയിരിക്കുന്ന ചർച്ചക്കാരുടെ നിന്ന്, നീ ആയിരിക്കുന്ന പാരമ്പര്യത്തിൽ നിന്ന്, നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവം നിന്നോട് പോകാൻ പറഞ്ഞിട്ട് പലപ്പോഴും നീ പോകാൻ മടിച്ച് പിന്നെ അവിടെ തന്നെ പറ്റിപ്പിടിച്ച് നിന്ന സാഹചര്യത്തിന് കർത്താവ് നിന്നെ വീണ്ടും 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 നിന്നോട് സംസാരിച്ച് നീ പോരാതെ വന്നപ്പോൾ ദൈവം നിന്നെ അവിടുന്ന് പറിച്ചെടുക്കത്തക്കവണ്ണം ചില പരിശോധനകള്, ചില ബാലശിക്ഷകള്, അത് രോഗത്തിന്റെ രൂപത്തില്, അത് കടഭാരത്തിന്റെ രൂപത്തില്, ചില വേദനയുടെ രൂപത്തില്, ചില നിന്ദനത്തിന്റെ രൂപത്തില് ദൈവം അവിടെ വീണ്ടും വീണ്ടും നിന്നെ അയച്ച ദൈവം നിന്നെ അവിടുന്ന് പറിച്ചെടുത്തപ്പോൾ അവിടുന്ന് പൂർണ്ണമായി വിട്ടുപോകാൻ കഴിയാതെ, പൂർണ്ണമായി നിനക്ക് ദൈവ ശബ്ദം കേട്ട്, ദൈവത്തിന്റെ ശബ്ദം കേട്ട് പൂർണ്ണമായി അനുസരിക്കാതെ അവിടെ തന്നെ തങ്ങി നിന്ന അനുഭവങ്ങള് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ പൈതല്, നീ ഇന്നും ആ സ്ഥാനത്താണെങ്കിൽ ദൈവത്തിന്റെ വിളി കേട്ട് പരമവിളിയുടെ ലാക്കിലേക്ക് നീ ഓടണമെന്ന് ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, നീ അത് വിട്ട് നീ ഓടണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. കരങ്ങൾ അടിച്ച് ദൂരത്തെടുക്കുന്നെങ്കിൽ കരങ്ങൾ അടിച്ച് ഒന്ന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ഊരിലാണ് താമസിക്കുന്നത്. പണ്ടൊരാള് പറഞ്ഞു അബ്രഹാം തമിഴ്നാട്ടുകാരനാണെന്ന് പറഞ്ഞു. അബ്രഹാം തമിഴ്നാട്ടുകാരനാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും വേറെ കൂട്ടര് പറഞ്ഞ ആരാം തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറയും. അതൊന്നും നമുക്കറിയത്തില്ല. നമുക്കിനി കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പം അബ്രഹാമിനെ കാണും, ചോദിക്കാം തമിഴ്നാട്ടുകാരനാണോ? എന്താ തമിഴ്നാട്ടുകാരനാണോ എന്ന് ചോദ്യം വരാൻ കാര്യം എന്താണെന്ന് അറിയാമോ? അറിയാമെങ്കിൽ പറ. നിങ്ങൾ എൻ്റെ ഒപ്പം വരുമ്പോഴേ നമ്മളൊപ്പം ചിന്തിച്ചു പോകത്തുള്ളൂ. എന്നാലും നിങ്ങൾ എൻ്റെ ഒപ്പം എത്തുള്ളൂ, അല്ലെ നിങ്ങൾ ശ്രദ്ധ പോകും. എന്താ മനസ്സിലായില്ലേ? അല്ല, അവരെ എന്തോ വിട്ടു പോകുന്നത്? ഊരാ വിട്ടു പോകുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടുകാരനെ സഹോദരൻ വരുവാണ്. പുള്ളിയോട് ഊരെവിടെയാണ്? അപ്പൊ പുള്ളി പറയുന്ന സ്ഥലത്താണ്, തെങ്കാശിയാണ്, കോയമ്പത്തൂർ. ഊരെന്ന് പറഞ്ഞാൽ ദേശം. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ അബ്രഹാം തമിഴ്നാട്ടുകാരാണ്. അപ്പൊ സംശയം ചോദിക്കും,
പിന്നെ ആദാം തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ടോ? അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആദാം പാലം എന്ന് കേട്ടിട്ടുണ്ടോ? ആദാം പാലം കേട്ടിട്ടുണ്ടോ? ഇവിടെ സേതു പച്ചെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് അതിനൊരു ഭാരതീയമായിട്ടൊരു പുരാണ കഥയുണ്ട്. രാവണനെ സീത കൊണ്ടുപോയപ്പോൾ വാനരന്മാര് പാലം പണിത് അവിടെ പോയ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന് പറയുന്ന പേര് ആദം ബ്രിഡ്ജ് എന്നാണ്, ആദം പാലം എന്നാണ്. അത് പോട്ടെ, അത് നമ്മുടെ ഒരു വിഷയമല്ല. നിങ്ങളുടെ ശ്രദ്ധയിലെടുത്ത് കിട്ടാൻ വേണ്ടി ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ പ്രിയമുള്ളവരെ, അബ്രഹാം ഊര് വിട്ടു പോകുന്നതിന് മുമ്പ്, ഊര് എന്ന് പറയുന്ന ഒരു പട്ടണമാണ്, വലിയ വിശാലമായി കിടക്കുന്ന വികസിതമായ, അന്നത്തെ കാലഘട്ടത്തിൽ 2 നിലകൾ 2-3 നിലകൾ വീതമുള്ള ഒരു ഇഷ്ടിക കൊണ്ട് പണിതിരിക്കുന്ന വലിയ അന്നത്തെ നഗര സംവിധാനമുള്ള ഒന്നാണ് ഊര് എന്ന് പറയുന്നത്. യൂഫ്രട്ടീസ് നദിയുടെ കരയിലുണ്ടായ വലിയൊരു തുറമുഖമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ലോകപ്രശസ്തമായ ലൈബ്രറികൾ അവിടെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഊരിലെ പട്ടണത്തിലെ അന്ന് ഈ കപ്പലുകൾ കൊണ്ടുപോയതും വന്നതും അതിനെ കുറിച്ചൊക്കെ ഉള്ള രസീതുകൾ, അന്നത്തെ കാലത്തെ രസീതുകൾ പിന്നീട് കണ്ടെടുക്കപ്പെട്ട് ഊര് ഒരു വികസിതമായ ഒരു പട്ടണമായിരുന്നു, നഗരമായിരുന്നു, ഒരു തീരപ്രദേശമായിരുന്നു, ഒരു തുറമുഖമായിരുന്നു. എന്നാൽ പിന്നീട് യൂഫ്രട്ടീസ് നദി ഗതിമാറി പോയപ്പോൾ ഈ ഊരെന്ന് പറയുന്നതായിരിക്കുന്ന പട്ടണം മണ്ണിനടിയിൽ പോയി. അപ്പോ ഈ വികസിതമായ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ വികസിതമായ ഊര് നിന്നാണ് അബ്രഹാം പോകുന്നത്. അപ്പൊ അബ്രഹാം ഊര് വിട്ടു പോകുന്നതിന് മുമ്പ് അബ്രഹാമിനെ ദൈവം വിളിച്ചു. അപ്പൊ അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടിട്ടാണ് ഇപ്പോൾ ഊരിൽ നിന്ന് പോകുന്നത്. എന്നാൽ ദൈവം അവനോട് എന്താ ആവശ്യപ്പെട്ടത്? അവനെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. ദേശം ഏതാന്ന് പറഞ്ഞില്ല, പക്ഷെ പോകാൻ പറഞ്ഞു. അല്ലേ? നിന്റെ ദേശത്തെ ചാർച്ചക്കാരെയും പിതൃഭവനക്കാരെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക, ചെല്ലുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവം 2-3 വ്യവസ്ഥകൾ വെച്ചായിരുന്നു. ഒന്ന്, ഞാൻ നിന്നെ മാത്രമേ വിളിച്ചു. നിന്റെ അപ്പനെ വിളിച്ചില്ല, നിന്റെ സഹോദരന്റെ പുത്രനെ വിളിച്ചിട്ടില്ല. നീ അവരെ ആരും എന്ത് ചെയ്യരുത്, അപ്പനെ വിട്ട് പോകണമെന്നല്ല, അപ്പനെ നോക്കാൻ വേറെ മക്കൾ അവിടെ കാണുമായിരിക്കും. കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം എല്ലാവരെയും വിടണം. കാരണം അബ്രഹാമിന്റെ ജീവിതത്തിൽ അവരാണ് ഏറ്റവും വലിയവർ. കർത്താവ് പറഞ്ഞു, എന്നെക്കാൾ കൂടുതൽ നീ അധികമായി ഒന്നിനെയും നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്നെ ആയിരിക്കണം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് കർത്താവ് പറയുന്നു, നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിന്നെ. ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ഇത് രണ്ടാമത് പറയുന്നത് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടത് ആരെയാ? ദൈവത്തെ. രണ്ടാമത് ആരെ സ്നേഹിക്കണം? പറയാമോ? ആദ്യം സ്നേഹിക്കേണ്ടത്, ഇങ്ങനെ പോയ മെസ്സേജ് തീരത്തില്ല, അടുത്ത ആഴ്ച ഒന്നും എടുക്കേണ്ടി വരും. ഞാൻ കുറുപ്രാവിന്റെ അത് നിർത്തി, കാരണം ഇനി മറ്റൊരു സന്ദർഭത്തിൽ പറയാം. ആദ്യം ആരെ സ്നേഹിക്കണം? രണ്ടാമത് ആരെ സ്നേഹിക്കണം? അയൽവക്കക്കാര്, അപ്പനമ്മ. ഞാൻ പറയുന്നത് അത് ബിബ്ലിക്കലല്ല. ഞാൻ ഈ പറയുന്ന കാര്യം, രണ്ടാമത് സ്നേഹിക്കേണ്ട അവനവനെ സ്നേഹിക്കണം. കാരണം ഇന്ന് അവനവനോട് എന്തില്ല, അവനവനോട് സ്വന്തമായിട്ട് നമ്മളെ സ്നേഹിക്കണം. ഇന്ന് ഒരുപാട് പേർക്ക് സ്വന്തമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം എന്നറിയാം? എനിക്ക് സൗന്ദര്യമില്ല, എൻ്റെ കളറ് ശരിയല്ല, എൻ്റെ കൂന് ശരിയല്ല, എൻ്റെ കണ്ണ് ശരിയല്ല, എൻ്റെ പല്ല് ശരിയല്ല. നമ്മള് മറ്റുള്ള ആളുകൾ
കാലിന് ഭയങ്കര നീരാണ്, നടുവേദനയാണ്, മരിച്ചാ മതിയായിരുന്നു, ചത്താ മതിയായിരുന്നു, എന്ന് നീ കട്ടുന്ന തീരും, പല്ലുവേദന തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. അവനവനെ സ്നേഹിക്കാൻ ഒന്ന് പറഞ്ഞേ, അവനവനെ സ്നേഹിക്കണം. നമ്മൾ നമ്മളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റൂ. നമ്മളില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ കർത്താവിനെ സ്നേഹിക്കും? ഞാൻ കുഴിയിൽ പോയാൽ ധൂളി നിന്നെ സ്തുതിക്കുമോ? ആമേൻ. സകീർത്തനക്കാരൻ ചോദിക്കുന്ന, ഞാൻ കുഴിയിൽ പോയാൽ, പാതാളത്തിൽ പോയാൽ ധൂളി നിന്നെ സ്തുതിക്കുമോ? നമ്മളിവിടെ ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ ദൈവത്തെ നമുക്ക് ഇവിടെ ആരാധിക്കാൻ പറ്റൂ. നമ്മളിവിടെ ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റൂ. നമ്മളിവിടെ ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് സുവിശേഷം പറയാൻ പറ്റൂ. നമ്മളിവിടെ ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ട്രാക്ട് കൊടുക്കാൻ പറ്റൂ. നമ്മളിവിടെ ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ ആത്മാക്കളെ രക്ഷകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. നമ്മളിവിടെ ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മളിവിടെ ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് രണ്ടാമത് സ്നേഹിക്കേണ്ടത് നമ്മളെ സ്നേഹിക്കണം. നമ്മുടെ മലയാള ഭാഷ താൻ ചത്ത് എന്ത് ചെയ്യരുത്, മീൻ പിടിക്കരുത്. ആദ്യം അവനവന്റെ ആരോഗ്യമൊക്കെ അവനോ നോക്കണം. ഞാനൊരു കാര്യം പറഞ്ഞു പറയാം, നിന്റെ ആരോഗ്യം നശിച്ചാൽ നിന്റെ മക്കൾക്ക് നിന്നെ വേണ്ട, നിന്റെ ഭർത്താവിന് നിന്നെ വേണ്ട, നിന്റെ ഭാര്യയ്ക്ക് നിന്നെ വേണ്ട, നിന്റെ സഹോദരങ്ങൾക്ക് നിന്നെ വേണ്ട, നിന്റെ സഭക്കാർക്ക് നിന്നെ ഒരുപക്ഷെ വേണ്ട, ഒരുപക്ഷെ നിന്റെ പാസ്റ്റർക്ക് പോലും നിന്നെ വേണ്ട. ഞാൻ വിഷയം മാറി പോവല്ല കേട്ടോ. പരിശുദ്ധാത്മാവ് സമയത്ത് നിനക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നതാണ്. നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ, ഇവിടെ ഇരിക്കുന്ന 2-3 കുഞ്ഞുങ്ങളുണ്ട്. ഇവിടുത്തെ കുഞ്ഞുങ്ങളെ പറയത്തില്ല, അത് പിന്നെ അത് വിഷമാവും. നിങ്ങളൊന്ന് നോക്കിയേ, 3 പിള്ളേർ ഇങ്ങനെ നിൽക്കുക, കൊച്ചു പിള്ളേർ. അപ്പൊ ഞാൻ ചെന്നിട്ട് പറയുകയാണ്, ഇതെന്റെ അമ്മയാണെന്ന്. ഞാൻ ആ സഹോദരിയെ നോക്കി പറഞ്ഞ ആ കൊച്ചുങ്ങൾ പറയും, എന്റെ അമ്മയാന്ന് പറഞ്ഞ് 3 പിള്ളേരോടെ കയറി അമ്മയെ കെട്ടിപ്പിടിച്ച് ഇടബലം വിടുവോ? നിങ്ങൾക്ക് അനുഭവം ഇല്ലേ? പറ, വിടുവോ? ഇല്ല, ഇതെന്റെ അമ്മയാ. അമ്മേൻ. അപ്പൊ മൂത്ത കൊച്ചു പറയാം, എന്റെ അമ്മ ഓടിയാത്ത എന്റെ അമ്മയാ. അമ്മേൻ. ഇളയ കൊച്ചിന് അപ്പൊ വാശിയായ അമ്മ വീതിച്ചെടുക്കുന്നതുകൊണ്ട് ഇളയ കൊച്ചു ഭയങ്കര കരച്ചിലും ബഹളവും. പിന്നെ അതിനെ സമാധാനിപ്പിക്കാൻ നിൽക്കണം. അപ്പൊ 1ാമത്തെ ഘട്ടം, 3 കുഞ്ഞുങ്ങള് ആദ്യം പറയുക എന്റെ അമ്മയാ അല്ലേ. എന്നാൽ അടുത്ത സ്റ്റെപ്പിലോട്ട് വന്ന പ്രായമായിക്കോട്ടെ, പല്ലൊക്കെ ഒന്ന് കൊഴിയട്ടെ, ഒരു 75 വയസ്സാകട്ടെ, നടക്കാൻ വയ്യാതാകട്ടെ, വടിയൊന്ന് എടുക്കട്ടെ, കണ്ണട വെച്ചൊന്ന് നടക്കട്ടെ. ഞാൻ കണ്ണട വെച്ച് നടക്കുന്നുണ്ട്. കണ്ണട വെച്ചൊന്ന് നടക്കട്ടെ. ആമേൻ. പെൻഷനും കൂടെ കിട്ടാതെ വരട്ടെ. ആമേൻ. മക്കള് പറയുന്നത് നിന്റെ അമ്മയാ. അപ്പൊ മറ്റവൻ പറയുന്നത് എന്റെ അമ്മയല്ല, ഇത് നിന്റെ അമ്മയാ, നീ വേണം വന്നിരണം നോക്കാൻ. അപ്പൊ മറ്റവൻ പറയും, അതൊന്നുമല്ല, ഇത്രയും നാൾ ഞാൻ നോക്കി, എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആവർത്തിപ്പിച്ച് ഞാൻ നോക്കി, നീ ചേട്ടൻ വേണം നോക്കാൻ. അപ്പൊ കുഞ്ഞനാട് പറഞ്ഞത് എന്റെ അമ്മയാന്ന് പറഞ്ഞവരെല്ലാം പിന്നീട് പറയും നിന്റെ അമ്മയാ, നിന്റെ അപ്പനാ. ആമേൻ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. എനിക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്, അതുണ്ട്, ഇതുണ്ട്. ആമേൻ. വണ്ടി പെട്രോൾ അടിക്കണം, ബാങ്കിന് ലോൺ ഉണ്ട്, വീടിന് ലോൺ അടയ്ക്കണം, അവിടെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാന്ന് ഇപ്പൊ എന്റെ കാശില്ല. ആമേൻ. നീ വേണം നോക്കണം. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? ഞാൻ ഇത്രയും പറയാൻ കാര്യം എന്താ? ആദ്യം ആരെ സ്നേഹിക്കണം? ദൈവത്തെ സ്നേഹിക്കണം. രണ്ടാമത് നിങ്ങളെ സ്നേഹിക്കണം. നല്ല ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിക്കണം. അത്യാവശ്യം പറ്റുമെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇടണം. പ്രൈസ് ദി ലോർഡ്. കാരണം വാർദ്ധക്യത്തിൽ, എന്റെ വിഷയം വിട്ടുപോയി, വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഡ്രസ്സ് മോൻ വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്ന കാലത്ത് മോൻ വാങ്ങിച്ചു തരും, മോള് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് നീ നല്ല ഡ്രസ്സ് ഇല്ലാതെ നടക്കരുത്, നല്ല ഭക്ഷണം കഴിക്കാതെ നടക്കരുത്. വല്ലപ്പോഴും പോയി കടയിൽ പോയി ബിരിയാണി ഒക്കെ വാങ്ങിച്ച് കഴിക്കണം. പൈസ ഇല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം. ഞാൻ പറഞ്ഞ കാര്യം, പ്രിയമുള്ളവരെ, നാം നിങ്ങളായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. കാരണം നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ആരും സ്തോത്രം പോലും പറയുന്നില്ല. നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ.
പ്രൈസ് ദി ലോർഡ്. പക്ഷെ നിങ്ങളെക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗത്തിലൊരു ദൈവമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സൗന്ദര്യം ക്ഷയിച്ചാൽ ഭർത്താവിന് നിങ്ങളെ വേണ്ട, സൗന്ദര്യം ക്ഷയിച്ചാൽ ഭാര്യയ്ക്ക് നിങ്ങളെ വേണ്ട, സൗന്ദര്യം ക്ഷയിച്ചാൽ മക്കൾക്ക് നിങ്ങളെ വേണ്ട, സൗന്ദര്യം ക്ഷയിച്ചാൽ സഹോദരങ്ങൾക്ക് നിങ്ങളെ വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 10 കാശും കൂടെ ഇല്ലെങ്കിൽ, ഒരു ബാങ്ക് ബാലൻസ് കൂടെ ഇല്ലെങ്കിൽ, പ്രിയമുള്ളവരെ, ആമേൻ, ആർക്ക് നിന്നെ വേണ്ട, പക്ഷേ ദൈവത്തിന് നിന്നെ വേണം. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. തേജോമയനായ ദൈവം തന്നെ അബ്രഹാമിന് പ്രത്യക്ഷനായപ്പോൾ ദൈവം പറഞ്ഞു, നീ നിന്നെ കാണിച്ചു കൊടുക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകുമ്പോൾ നീ നിന്റെ ചർച്ചക്കാരെ വിടണം. നിന്റെ ദേശത്ത് ആദ്യം നിന്റെ എന്താ വേണം? നീ വിട്ടിട്ട് പോകുന്നതിനെ നീ പിന്നെ സ്നേഹിക്കരുത്. എബ്രായ വിശ്വാസികൾക്ക് സംഭവിച്ചത് വിട്ടിട്ട് പോയതിനെ പിന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ, പൗലോസ് അപ്പോസ്തലൻ പിന്നീട് പറയേണ്ടി വന്നു, യേശു കർത്താവ് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു കർത്താവ് യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, യേശു കർത്താവ് മോശയേക്കാൾ ശ്രേഷ്ഠൻ, ആരേക്കാൾ ശ്രേഷ്ഠൻ, യേശു കർത്താവ് ന്യായപ്രമാണത്തെക്കാൾ ശ്രേഷ്ഠൻ. അടുത്ത ഭാഗത്ത് അടുത്താഴ്ച നമുക്ക് വരുമ്പോൾ വീണ്ടും ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നീ നിന്റെ ദേശത്തെ വിടണമെന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെ നീ വിടണം. അവിടെ ഉണ്ടായിരിക്കുന്ന സുഖസമൃദ്ധമായ ജീവിതം നീ ഉപേക്ഷിച്ച കർത്താവിന് വേണ്ടി നീ ഇറങ്ങുമ്പോൾ ഇതെല്ലാം നീ മറക്കണം. കർത്താവിനെ ഉദ്ദേശിച്ച് കർത്താവിനെ പ്രതി നീ അതെല്ലാം മറക്കണം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചപ്പ് ചവറുമാകിട്ട് നീ എണ്ണണം കർത്താവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അല്പകാലം മാത്രമേ നിനക്കുള്ള ജീവിതം ഉള്ളൂ കുഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അടുത്ത സെക്കൻഡിൽ എന്താകുമെന്ന് എനിക്കറിയില്ല. ഞാൻ ബിന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട്, ബിന്ദു ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്ന് രാവിലെ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഒറ്റ പുസ്തകം പോലും ഞാൻ കൊടുക്കരുത്. കാരണം എന്റെ ശുശ്രൂഷയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ വില കൊടുത്ത് രക്തം കൊടുത്തു അങ്ങനെ പറയരുത്. പട്ടിണി കിടന്ന് വാങ്ങിച്ചിട്ടുള്ള പുസ്തകങ്ങളാ. ആമേൻ. അത് ഈ കൊച്ചിനോടും പറയണം. ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത സെക്കൻഡിൽ എന്തായി തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ മക്കളോട് നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കണം കേട്ടോ. ATM കാർഡിന്റെ പിന്നെ നമ്പരും, ആമേൻ, ബാങ്കിൽ പൈസ വല്ലതും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കാശ് പലിശയ്ക്ക് നമ്മൾ കൊടുക്കത്തില്ലല്ലോ. ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ മക്കളോട് നേരത്തെ പറഞ്ഞു വെക്കണം. കാരണം എന്താണെന്നറിയാമോ? അടുത്ത സെക്കൻഡ് ഒന്നും നമ്മുടെ അല്ലല്ലേ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്യാം. നിശ്ചിത സമയം എപ്പോഴാണ് നമ്മൾ പോകുന്നതെന്ന് അറിയില്ല. ഒരു നിശ്ചിത സമയം, പ്രായവ്യത്യാസമില്ലാതെ കർത്താവ് വിളിച്ചാൽ ഇവിടുന്ന് പോയേ മതിയാകുകയുള്ളൂ. പക്ഷെ അല്പകാലം മാത്രമേ നിന്റെ ജീവിതമുള്ളൂ. ആ ജീവിതം നീ കർത്താവിന് വേണ്ടി ജീവിക്കുക. അവൻ നീ ചെറുപ്പമായിരിക്കുക. നിന്റെ ചോര തിളക്കുന്ന ചോര. ചെറുപ്പക്കാരിവിടെ ഇരിപ്പുണ്ട്. അല്ലയോ ചെറുപ്പക്കാരെ, എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ തിളക്കുന്ന ചോര നിങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കുക. നിങ്ങളുടെ ചോര, തിളക്കുന്ന ചോര കർത്താവിന് വേണ്ടി കൊടുത്താൽ നിങ്ങൾക്ക് വേണ്ടി ചൂട് ചോര ചീന്തിയവ, തിളക്കുന്ന ചോര ചീന്തിയവ 33 തിരുവയസ്സില് ഒരു ഒന്നാന്തരം ഒരു യൗവനക്കാരൻ, ഒന്നാന്തരം ഒരു ചെറുപ്പക്കാരൻ, തിളക്കുന്ന ചോരയുള്ളവ. ആ തിളക്കുന്ന ചോര നിനക്ക് വേണ്ടി കാലുവരെ ക്രൂശിൽ ചൊരിഞ്ഞെങ്കിൽ നിന്റെ യൗവനത്തിലെ ചോര നിന്റെ കർത്താവിന് വേണ്ടി നീ കൊടുക്ക. നിന്റെ യൗവനത്തിലെ ചോര നീ കർത്താവിന് വേണ്ടി കൊടുത്ത നിന്റെ വാർദ്ധക്യ കാലത്ത് നിന്നെ കൈവിടാത്ത ഒരു കർത്താവ് ഉണ്ട്. നിന്റെ ചെറുപ്പത്തിലെ ചോര മാതാപിതാക്കൾക്ക് കൊടുത്താൽ, നിന്റെ സഹോദരങ്ങൾക്ക് കൊടുത്താൽ, മക്കൾക്ക് കൊടുത്താൽ, ഭാര്യയ്ക്ക് കൊടുത്താൽ ആ സ്നേഹം തിരിച്ചു കിട്ടാതെ ഇരിക്കുമ്പോൾ ചോര തന്നു നിന്നെ സ്നേഹിക്കുന്നവൻ, തിളക്കുന്ന ചോര, ചെറുപ്പത്തിന്റെ ചോര, ചൂട് ചോര നിനക്ക് വേണ്ടി നൽകിയവ, നിന്നെ സ്നേഹിക്കുന്ന കർത്താവ് നിശ്ചയമായി നിന്നെ കൈവിടുകയില്ല. വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് നിന്നെ ഉപേക്ഷിക്കാത്ത നിന്റെ കർത്താവ് അത് ചാക്കിക്കെട്ടി കാലിന് ഡിക്കകത്ത് വെച്ച് ആരുമില്ലാത്തത് തള്ളുന്ന സ്നേഹമല്ല. നിന്റെ ദൈവത്തിന്റെ സ്നേഹം വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ ഭാരം ഒഴിവാക്കാൻ വേണ്ടി ഏതെങ്കിലും വൃദ്ധസദനകത്ത് ഇപ്പൊ വരാമെന്ന് പറഞ്ഞില്ല അവിടെ കൊണ്ട് കിട്ടിട്ട് പോരുന്നതല്ല നിന്റെ അപ്പന്റെ സ്നേഹം.
എത്രയോ മാതാപിതാക്കൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട ഒരമ്മയെ അമ്മ കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ടൗണിൽ പോകാൻ നമുക്ക് കാഴ്ചയൊക്കെ കണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ അമ്മയെ കെട്ടിക്കൊണ്ട് വാർദ്ധക്യ സഭയെ വൃദ്ധസ്ഥാനത്തിനകത്ത് കൊണ്ടുവന്ന് അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇപ്പൊ വരാന്ന് പോയി പറഞ്ഞു. വർഷങ്ങൾ എത്ര കഴിഞ്ഞെന്നറിയാമോ? ഓരോ ദിവസവും മോനെ കാത്തിരിക്കുകയാ, മോൻ വരുന്നത് കാത്തിരിക്കുകയാ. നിന്നെ അങ്ങനെ വൃദ്ധസ്ഥാനത്തിനകത്ത് ഒഴിവാക്കി ഭാരം ഒഴിവാക്കുന്ന ദൈവമല്ല നിന്റെ ദൈവം. വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് നിന്നെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം നിനക്കുണ്ട്. ആ ദൈവമാണ് നിന്നെ മൊസപ്പത്തോമിൽ നിന്ന് വിളിച്ചത്. ആ ദൈവമാണ് നിന്നെ ഊരിൽ നിന്ന് വിളിച്ചത്. ആ ദൈവമാണ് നിന്നെ ഹാരാനിൽ നിന്ന് വിളിച്ചത്. ആ ദൈവമാണ് നിന്നെ മിസ്രൈമിൽ നിന്ന് വിളിപ്പിച്ചത്. ആ ദൈവമാണ് നിന്നെ ക്ഷാമകാലത്ത് നിന്ന് വിളിപ്പിച്ചത്. ആ ദൈവം എന്നും നിന്റെ ദൈവമാ. ആ ദൈവ തലമുറയായി നിന്റെ ദൈവമാ. ആ ദൈവ തലമുറയായി നിന്റെ സഖ്യതമാ. ഭൂമി ഉണ്ടാക്കുന്നതിന് മുമ്പേ, ഭൂവാഴ്ചകൾ ഉണ്ടാക്കുന്നതിന് മുമ്പേ നിന്നെ സ്നേഹിച്ച ദൈവമാ. നീ അമ്മയുടെ ഗർഭത്തില് ഉദരത്തിൽ പിണ്ടാകാരം ഉണ്ടാകുന്നതിന് മുമ്പേ നിന്നെ സ്നേഹിച്ച ദൈവമാ. നിന്നെ കണ്ട് സ്നേഹിച്ച ദൈവമല്ല. നിന്നെ കണ്ട് സ്നേഹിച്ച ദൈവമല്ല. അപ്പൊ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് നിന്നെ കണ്ടപ്പോ മുതലാ. അമ്മ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് നീ വയറ്റിലായ സമയം മുതലാ, ഉദരത്തിലായ സമയം മുതലാ. നിന്റെ സഹോദരൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് നിന്നെ കണ്ണിന് കാണാൻ തുടങ്ങിയപ്പോ മുതലാ. പക്ഷെ നിന്റെ ദൈവ നീ അമ്മയുടെ ഉദരത്തിലാക്കുന്നതിന് മുമ്പ്, ലോക സ്ഥാപനത്തിന് മുമ്പ് നിന്നെ സ്നേഹിച്ച ദൈവമാ. ആ ദൈവമാണ് നിന്നെ വിളിച്ച് വേർതിരിച്ചത്, കരങ്ങൾ അടിച്ചത് സ്തോത്രം ചെയ്താട്ട് ആത്മാവിലൊന്ന് ആരാധിച്ചാട്ട്, ആത്മാവിലൊന്ന് തുതിച്ചാട്ട്, ആത്മാവിലൊന്ന് മകത്ത് ദൈവത്തെ ഒന്ന് മകത്തപ്പെടുത്തിയാട്ട് ആത്മാവിൽ ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ട്. ആത്മാവിന്റെ വലിയൊരു വ്യാപാരം ഇന്നിവിടെ നടക്കും, വ്യാപരിക്കുകയാണ്. ദുഃഖിതരായിരിക്കുന്ന പ്രിയമുള്ള കുഞ്ഞ്, ദുഃഖിതരായിരിക്കുന്ന പ്രിയമുള്ള കുഞ്ഞ്, യേശു കർത്താവ് നിന്റെ ദുഃഖത്തെ തൊടുകയാ. നിന്നെ വേദനിക്കുന്ന നിന്റെ ഹൃദയത്തിന് ചില ഭാഗത്ത് ചില വിഷയങ്ങളുടെ ബന്ധത്തിൽ ചില വേദനകളുണ്ട്, ചില മുറിവുകളുണ്ട്. ചില വാക്കുകൾ എന്നെ മുറിവേറ്റിട്ട്, വാക്കുകൾ എന്നെ മുറിവേൽപ്പിച്ചിട്ട് ആ ഭാരവുമായിട്ട് നടക്കുകയാ. നിന്റെ കർത്താവ് ആ മുറിവേലൊന്ന് തൊടുകയാ. നിന്റെ കർത്താവ് ആ മുറിവേലൊന്ന് തൊടുകയാ. നിന്റെ കർത്താവ് മുറിവേലൊന്ന് തൊടുകയാ. വാക്കുകൾ, ചില വാക്കുകൾ നിന്നെ മുറിവേൽപ്പിച്ച നീ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കർത്താവേ ഞാൻ മറക്കാൻ ശ്രമിച്ചിട്ട് ആ വാക്കുകൾ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ കർത്താവേ എനിക്ക് ആ വാക്ക് മറക്കണം. എനിക്ക് ആളിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. വെറുപ്പോടെ ആളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വെറുപ്പ് എന്റെ മനസ്സിലേക്ക് വരികയാ. കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടെ കർത്താവേ ആ വാക്കുകൾ മറക്കണം. എനിക്കത് വാക്ക് മറക്കണം. എനിക്ക് അവനെ ഒന്ന് സ്നേഹിക്കണം. എനിക്ക് അവളെ ഒന്ന് സ്നേഹിക്കണം. എനിക്ക് ആ പിതാവിനെ ഒന്ന് സ്നേഹിക്കണം. എനിക്ക് ആ മാതാവിനെ ഒന്ന് സ്നേഹിക്കണം. എന്റെ കുഞ്ഞിനെ എനിക്കൊന്ന് സ്നേഹിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കേൾക്കപ്പെട്ടിരിക്കുന്ന തിരുവചനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രിയ പൗലോസായി പ്രാർത്ഥിച്ചു.